ഹലോ കൂട്ടുകാരെ, ഞാൻ കുഞ്ഞൻ. എന്റെ കഥാലോകത്തേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂട്ടുകൂടണേ. നമുക്കിനി കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടില് ചിക്കു എന്ന ഒരു കുഞ്ഞൻ ചുണ്ടല് താമസിച്ചിരുന്നു. അവനാകട്ടെ നിങ്ങളെപ്പോലെ തന്നെ വലിയ വികൃതിയും. ഒരു സമയത്തും അവൻ അടങ്ങിയിരിക്കില്ല. എപ്പോഴും കുസൃതികൾ കാണിച്ചു നടക്കും. ഒരിക്കൽ നമ്മുടെ ചിക്കു കാട്ടിലൂടെ നടന്നപ്പോ ആ കാട്ടിലെ സിംഹരാജാവ് കിടന്നുറങ്ങുന്നത് അവൻ കണ്ടു. ഉറങ്ങുകയാണെങ്കിൽ പോലും ആ കൂർക്കമ്മലി കേട്ട് പേടിച്ച് ഒറ്റ മൃഗങ്ങൾ പോലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായില്ല. പക്ഷെ നമ്മുടെ ചിക്കു പമ്മി അടുത്ത് ചെന്ന് ചാടി സിംഹരാജാവിന്റെ തലയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. ഉറക്കം തടസ്സപ്പെട്ട സിംഹം വലിയ ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് എഴുന്നേറ്റു. ആ മുരൾച്ച കേട്ട് അടുത്തുള്ള മരങ്ങളിലെ പക്ഷികളെല്ലാം ചിലച്ചുകൊണ്ട് പറന്നുപോയി. സിംഹം തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചിക്കുവിനെ തൂക്കിയെടുത്തുകൊണ്ട് ചോദിച്ചു, ഈ കാട്ടിലെ ഒരു മൃഗം പോലും എന്റെ അടുത്ത് വരാൻ ധൈര്യപ്പെടില്ല. പക്ഷെ നീ എന്റെ തലയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നോ? അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ഇത് കേട്ട ചിക്കു പേടിച്ച് വിരണ്ടുകൊണ്ട് പറഞ്ഞു, സിംഹരാജാവേ, ഈ എളിയവനായ പ്രജയോട് ക്ഷമിക്കൂ. അങ്ങ് വളരെ വലിയവനല്ലേ. എന്നെ വെറുതെ വിട്ടാൽ നാളെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ താങ്കളുടെ സഹായത്തിനായി എത്താമെന്ന് ഉറപ്പ് നൽകുന്നു. ഇത് കേട്ട സിംഹം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തിരി കുഞ്ഞിനായ നീ എന്ത് സഹായമായി എനിക്ക് ചെയ്യാനാണ്? നിന്നെ കൊണ്ടൊന്നും എന്നെ സഹായിക്കാൻ ഒന്നും കഴിയില്ല. ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ടാൽ നിന്നെ ഞാൻ ശരിയാക്കും. ഇങ്ങനെ പരിഹസിച്ച് പറഞ്ഞുകൊണ്ട് ചിക്കുവിനെ സിംഹം വെറുതെ വിട്ടു. ജീവൻ കയ്യിൽ കിട്ടിയ സന്തോഷത്തില് ചിക്കു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവന്റെ കുസൃതിയൊന്നും നിർത്തിയില്ല കേട്ടോ. പിന്നെയും അവൻ കാട്ടിലൂടെ തുള്ളിച്ചാടി നടന്നു. അങ്ങനെ ഒരിക്കൽ കാട്ടിലെ തന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ചു ദൂരെ നിന്ന് സിംഹരാജാവിന്റെ ഒരു അലർച്ച അവർ കേട്ടു. ചിക്കുവിന്റെ കൂട്ടുകാരെല്ലാം ഓടി ഒളിച്ചു. പക്ഷെ ചിക്കുവിന് ആ അലർച്ചയിൽ എന്തോ പന്തിക്കേട് തോന്നി. അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ മുന്നോട്ട് നടന്നു. ആ ശബ്ദം കേട്ട സ്ഥലത്ത് എത്താറായപ്പോ ആ അലർച്ച അവൻ വീണ്ടും കേട്ടു. അവൻ ഓടിച്ചെന്നൊരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച നമ്മുടെ സിംഹരാജാവ് വേട്ടക്കാർ വെച്ചൊരു കെണിയിൽ അകപ്പെട്ട് നിൽക്കുന്നതാണ്. ആ കെണിയെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ട്. അത് വെച്ച് വേട്ടക്കാർ കാട്ടിലെ മൃഗങ്ങളെ പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പല ജോലികളും എടുപ്പിക്കുമെന്ന് അവന്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കു ചുറ്റും നോക്കി. ഇല്ല, വേട്ടക്കാർ എത്തിയിട്ടില്ല. അവൻ ഓടിച്ചെന്ന് അവന്റെ സർവ്വശക്തിയും എടുത്ത് സിംഹത്തിനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരണ്ട് മുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കെട്ടിയിരുന്ന കയറുകളെല്ലാം മുറിച്ച് അവൻ സിംഹത്തെ മോചിതനാക്കി. തന്നെ മോചിപ്പിച്ച ചിക്കുവിനെ സിംഹരാജൻ സ്നേഹത്തോടെ കയ്യിലെടുത്തു. രാജാവിന്റെ വലിയ കൈകളിലിരുന്ന് അവൻ പറഞ്ഞു, സിംഹരാജാവേ, അന്നങ്ങെന്നെ പരിഹസിച്ചില്ലേ? എനിക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ച് ഇപ്പോൾ ഇത്തിരി കുഞ്ഞൻ താങ്കളുടെ ജീവൻ രക്ഷിച്ചത് കണ്ടില്ലേ? ഇത് കേട്ട് സിംഹം ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞൻ സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഞാൻ ആരെയും വില കുറച്ച് കാണില്ല. പിന്നീടുള്ള കാലം സിംഹരാജാവ് ആ കാട്ടിൽ ആരെയും ഭയപ്പെടുത്താതെ കഴിഞ്ഞു. നമ്മുടെ ഇത്തിരി കുഞ്ഞനായ വികൃതിക്കുട്ടൻ ചിക്കു ആകട്ടെ സിംഹരാജാവിന്റെ ഉറ്റ സുഹൃത്തുമായി മാറി. സിംഹരാജാവിനെ പോലെ നമ്മളും ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവർക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ എന്നെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. കേട്ടോ കൂട്ടുകാരെ? അപ്പോ അടുത്ത കഥയുമായി ഇനിയും കാണാം. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.